നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2025 ഒക്ടോബർ 6 തിങ്കളാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. ഭക്ഷണ സുഖക്കുറവ് അനുഭവപ്പെടാനും ദഹന വ്യവസ്ഥയിൽ വ്യത്യാസം വരാനും സാധ്യതയുണ്ട്. ദമ്പതികൾ തമ്മിൽ കലഹങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും തടസ്സം അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. പ്രിയപ്പെട്ടവരുമായി പുണ്യതീർത്ഥ സ്ഥലങ്ങളിലോ ഉല്ലാസയാത്രയ്ക്കോ പോകാൻ അവസരം ലഭിക്കും. ഭക്ഷണസുഖം, നിദ്രാസുഖം, സാമ്പത്തിക ഉന്നതി, രോഗശാന്തി എന്നിവ ഈ ദിവസം പ്രതീക്ഷിക്കാം. മനസ്സന്തോഷം നൽകുന്ന കാര്യങ്ങൾ സംഭവിക്കും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. വ്യവഹാരങ്ങളിൽ വിജയം, തൊഴിൽ വിജയം, ധനനേട്ടം, കുടുംബസൗഖ്യം, കീർത്തി എന്നിവ ലഭിക്കും. ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ ലാഭകരമായി തീരുന്ന ഒരവസ്ഥ സംജാതമാകും. ഈ ദിവസം നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ സംഭവിക്കും. കർക്കിടകം രാശി പുണർത്തം അവസാന കാൽഭാഗം, പൂയം ആയില്യം. കുടുംബത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് വിയോഗം ഉണ്ടാകുവാൻ ഇടയുണ്ട്. ഉദരരോഗമുള്ളവർ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ രോഗം മൂർച്ഛിക്കാനും അതിസാരം പിടിപെടാനും സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തുക. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. തൊഴിൽ ക്ലേശം വർദ്ധിക്കുകയും മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. തൊഴിൽ ക്ലേശം വർദ്ധിക്കുകയും മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യും. ശിരോ നാഡി രോഗപീഠകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ വളരെയധികം സൂക്ഷ്മത പാലിക്കുന്നത് ക്ലേശങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. മനസുഖം, ഭക്ഷണസുഖം, ധനനേട്ടം, എവിടെയും മാന്യത എന്നിവ അനുഭവത്തിൽ വരും. കലാകാരന്മാർക്ക് പ്രശസ്തി ലഭിക്കും. ദാമ്പത്യ ഐക്യത്തിനും പ്രേമകാര്യങ്ങൾ പൂവണിയാനും യോഗമുള്ള ദിവസമാണിത്. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തൊഴിൽ വിജയം, ധനനേട്ടം, ബന്ധുജന സമാഗമം, മനസന്തോഷം എന്നിവ ഉണ്ടാകും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പ്രോജക്റ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ദമ്പതികൾ തമ്മിൽ പരസ്പര വിശ്വാസവും സ്നേഹവും വർദ്ധിക്കും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. വ്യവഹാര പരാജയം, മനഃശക്തിക്കുറവ്, അപമാനം, ഉദരരോഗം എന്നിവ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും സംഭവിക്കാൻ ഇടയുണ്ട്. ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. രോഗാതി ദുരിതങ്ങൾ അലട്ടുവാനും ശരീര സുഖക്കുറവ് അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. വിലപ്പെട്ട രേഖകൾ മോഷണം പോകുവാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കുക. സ്ത്രീകൾ മൂലം മാനഹാനിയും ധനനഷ്ടവും ഉണ്ടാകാതെ ജാഗ്രത പാലിക്കുക. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. സ്ഥാനപ്രാപ്തി, ആരോഗ്യവർദ്ധനവ്, ഭക്ഷണസുഖം, ഭാഗ്യാനുഭവങ്ങൾ, ഭാര്യസുഖം, നല്ല സൗഹൃദങ്ങൾ എന്നിവ ലഭിക്കും. കലാകാരന്മാർക്ക് അവാർഡുകളോ സമ്മാനങ്ങളോ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു നല്ല ദിവസമാണിത്. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും ഇല്ലെങ്കിൽ ധനനഷ്ടം പ്രതീക്ഷിക്കാം. രോഗാതി ദുരിതങ്ങൾ അലട്ടുവാനും ശരീര ശോഷണത്തിനും സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ കരുതലോടെ നീങ്ങുക. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികളെ പരിചയപ്പെടാനും അവരോടൊപ്പം സമയം ചിലവഴിക്കാനും സമ്മാനങ്ങൾ ലഭിക്കുവാനും യോഗമുണ്ട്. ഭാര്യാസുഖം, തൊഴിൽ വിജയം, ധനനേട്ടം, മനസ്സന്തോഷം എന്നിവ ഈ രാശിക്കാർക്ക് ലഭിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212